അപ്പൊ ഇതിനകത്ത് കിടന്നിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് സുഖമായിട്ട് കിടക്കാം. ഒരു കുഴപ്പമില്ല, അടിപൊളി പരിപാടി. എന്തായാലും നല്ല കംഫർട്ടാണ്, നല്ല സെറ്റപ്പാണ്. നമ്മുടെ ഇന്നത്തെ പരിപാടി ശവപ്പെട്ടിയുടെ റിവ്യൂ. ഇത് കണ്ടില്ലേ, ഇത് തടി ഏതാണ് ചേട്ടാ? മഹാഗണിയിലുണ്ടാക്കിയ നല്ല എ ക്ലാസ് ശവപ്പെട്ടി. ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ചിലപ്പം ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മൾ ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ കാണുക. ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഇതാണ് നമ്മളൊക്കെ മരിക്കുന്നതിന് ശേഷം ഉപയോഗിക്കാൻ പോകുന്ന നമ്മുടെ വീട്. കോടികളുള്ളവനും കോടികളില്ലാത്തവനും പണക്കാരനും പാവപ്പെട്ടവനും ഏതവൻ്റെയും അവസാനം ഇവിടെയാണ്. ഇനി നമുക്ക് ഈ പെട്ടിയുടെ പ്രത്യേകതകളിലേക്ക് കിടക്കാം. ഇത് മഹാഗണിയിൽ ഉണ്ടാക്കിയ പെട്ടിയാണ്. ഇത് ഒരു കുരിശുണ്ട്, 2 പ്രാവുണ്ട്. ഈ വളയം കൊണ്ട് എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ ചേട്ടാ? ഒന്നുമില്ല, ഭംഗി. 1 2 3 4 6 പിടിയുണ്ട് കേട്ടോ. പിന്നെ നല്ല എയറോ ഡൈനാമിക് ആണ്. എവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാലും എത്ര പേര് കൂടിയാലും കാറ്റ് ഇങ്ങനെ തട്ടിക്കിറഞ്ഞ് കയറി പൊക്കോളും. നല്ല സ്ലീക്കൊക്കെ അടിച്ച് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിരുന്ന പെട്ടിയാണ്. ഇതാണ് ഇതിന്റെ അടപ്പ് മാറ്റി കഴിഞ്ഞുള്ള അവസ്ഥ. ഇത് ഗ്യാപ്പ് ഇങ്ങനെ വെച്ചേക്കണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മണ്ണിനകത്തൂടെ ഇത് കയറി വരാനല്ലേ, നമ്മുടെ ശരീരം പെട്ടെന്ന് പുഴുക്കൾക്ക് വന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്യാപ്പാണ്. നമ്മൾ ഈ വീടിനൊക്കെ ഗേറ്റ് വണ്ടി കയറി വരാനൊക്കെ പറയത്തില്ലേ, ട്രെയിൻ പാളം ട്രെയിനിൽ പോകാൻ, അതുപോലെ പുഴുക്കൾക്കൊക്കെ കയറി വരാനുള്ള സംഭവമാണിത്. 10,000 രൂപയുടെ പെട്ടിയാണിത്. അതായത് മരിച്ചാൽ പോലും ആ മരണത്തിന് നമ്മളെ കിടത്താൻ വേണ്ടി 10,000 രൂപ മുടക്കണം. ഈ മുല്ലപ്പൂവും തോരണങ്ങളും ഒക്കെ ഇങ്ങനെ ഇതേലും ഇങ്ങനെ അലങ്കരിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ചെറിയ ചെറിയ ആണികൾ. ഇതേലും ഇങ്ങനെ തൂക്കി വെച്ച് കൊണ്ടുപോകാം. പിന്നെ പിടി എന്തിനാണെന്നറിയാലോ, മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ആരെങ്കിലും വന്ന് പൊക്കണമല്ലോ, അതിനുവേണ്ടിയാണ് ഈ പിടി. വലിയ വെയിറ്റ് ഒന്നുമില്ല. ഇത് കാണുമ്പോൾ വലിയ ഹെവി ആയിട്ട് തോന്നും, പക്ഷേ സംഭവം ചെറുതാണ്. ആളുകൾക്ക് ഭയങ്കര ഹൈറ്റ് ഉണ്ടാവാം, ചില ആളുകൾക്ക് ഹൈറ്റ് കുറവുണ്ടാവാം. അപ്പം 6 അടിയാണ് ഈ പെട്ടിയുടെ അളവ് എന്ന് പറയുന്നത്. പിന്നെ അളവ് ഇനി വലിയ അണ്ടർടേക്കർ വന്നാലും കൊടുക്കാനുള്ള പെട്ടി ഇവിടെ ഉണ്ട്, അത് വേറെ കാര്യം. ആട്ടോ. ആഹാ, ഇനി നമുക്ക് സുഖമായിട്ട് കിടക്കാം. ഇത് നല്ല സെറ്റപ്പാട്ടോ, വലിയ ടൈറ്റ് ഒന്നുമില്ല, നല്ല ഈസി ആയിട്ട് നല്ല കംഫർട്ടായിട്ട് കിടക്കാം. കാലൊക്കെ കെട്ടാം, വേണേൽ കാലുമേ കാല് വെച്ച് കിടക്കാം. അടപ്പ് ഇങ്ങനെ വലുതാക്കണമെന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഇത് നേരത്തെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഭീതിയൊക്കെ ആയിരുന്നു. ഇപ്പം പക്ഷേ ടെൻഷനൊന്നുമില്ല. എന്താണെന്നറിയാൻ പാടില്ല, ഈ ചത്തേലൊക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന പറയണ മാതിരിയേ ആ ഒരു കണ്ടീഷനിൽ കൂടെ പൊക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമായിട്ട് ഇപ്പോൾ തോന്നുന്നില്ല. ഇത് നമ്മുടെ വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ കാണുമ്പോഴാണ് പ്രശ്നം. ഇവൻ ഇത് എന്നാക്കിയാ കാണിക്കുന്നതെന്ന് ചോദിക്കും. നൗഫലേ എങ്ങനെയുണ്ട്? അതെല്ലേ. എന്തായാലും നല്ല കംഫർട്ടാണ്, നല്ല സെറ്റപ്പാണ്. കയ്യും കാലും ഒക്കെ നിവർത്താം, എല്ലാ സംവിധാനവും ഉണ്ട്. മുന്നോട്ട് തോന്നേ, ശവപ്പെട്ടി കിടക്കുമ്പോൾ ചിരിച്ചോണ്ടാണ് എഴുതേണ്ടതാണ്. ഒരു കുഴപ്പമില്ല, അടിപൊളി പരിപാടി. പിന്നെ ചേട്ടാ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിനകത്ത് ഏറ്റവും വലിയ സംഭവം, നമുക്ക് സ്വന്തമായിട്ട് കയറി കിടക്കാനാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അതായത് ഞാൻ ഈ കസേര വെച്ചിട്ട് ഇതിൽ കയറി ഇത് പൊട്ടാതെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു വേണം കയറാൻ. കാരണം ഇത് 10,000 രൂപ വിലയുള്ള വെട്ടിയാണ്. പക്ഷെ മരിച്ചു കഴിയുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണം എന്താ, ആൾക്കാർ നമ്മളെടുത്ത് കിടത്തണു, അവർ തന്നെ ചുമന്നുകൊണ്ട് പോകും. അതാണ് എൻ്റെ ഒരു അഡ്വാൻറ്റേജ്. എനിക്ക് തോന്നിയൊരു ബുദ്ധിമുട്ട് അതാണ്. നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ കയറി കിടക്കാൻ പാടും, മരിച്ചു കഴിയുമ്പോൾ കിടക്കാൻ ഭയങ്കര ഈസി. പിന്നെ എന്താണെന്നറിയാൻ പാടില്ല, ഭയങ്കര ചൂട്. അത് ഈ മുറിയുടെ അല്ലല്ലോ, ചൂടുണ്ട്. അപ്പൊ ഇതിനകത്ത് കിടന്നിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല, വലിയ ചൂടൊന്നുമില്ല. പിന്നെ മേളിലൊന്നും കാണാൻ പറ്റുന്നില്ല. എൻ്റെ ദൈവം, ഇതിന് ഭയങ്കര സംഭവം. ഈ എക്സ്പീരിയൻസ് നിങ്ങൾ അനുഭവിച്ച് തന്നെ അറിയണം. ജീവിതത്തിൽ എന്തെങ്കിലും ഭയമുള്ള ആളുകളാണെങ്കിൽ ശവപ്പെട്ടിക്കകത്ത് കയറിയിട്ട് അടയ്ക്കുക. ഇതൊരു സംഭവമല്ല, ജീവിതത്തിൽ ഒരു പേടിയില്ലെന്ന് എനിക്ക് മനസ്സിലാവും. അപ്പം എന്തായാലും സംഭവം കൊള്ളാം. ചെറിയൊരു ഇതിനകത്ത് ചെറിയ ഹോളുള്ളതുകൊണ്ട് എനിക്കിതൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, വലിയ ടെൻഷൻ ഇല്ലാത്ത. അല്ലെങ്കിൽ പ്രശ്നമാവും. അപ്പം എന്തായാലും സംഭവം കൊള്ളാം. സെറ്റ് പൊക്കിക്കോ. അപ്പൊ ഗൈസ്, നമ്മുടെ ശവപ്പെട്ടിയുടെ റിവ്യൂ ഏകദേശം തീരുമാനമായിരിക്കുകയാണ്.
അപ്പോൾ നമ്മുടെ ശവപ്പെട്ടി വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നുമില്ല, ഇത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. എന്തൊക്കെയോ റിവ്യൂ ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ശവപ്പെട്ടി വേണ്ടി റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.